വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ ആം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മാത്തമാറ്റിക്സിലെ പുതിയൊരു ചാപ്റ്ററാണ്. പുതിയൊരു ചാപ്റ്ററല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 4ാമത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ളൊരു ചാപ്റ്ററായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സ്ക്വയറും ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാനും അതുപോലെ തന്നെ ഒരു വലിയ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ടാണ്. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. ഓക്കെ, ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ സ്ക്വയർ റൂട്ടുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ക്യൂബും അതുപോലെ തന്നെ സ്ക്വയറൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു നമ്പർ 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ് അല്ലെങ്കിൽ 2⁻³ എന്ന് വായിക്കാം അല്ലേ. ഇപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 അല്ലേ. എന്ത് ചെയ്യുക? 2നെ 3 തവണ ഗുണിക്കുക. 2 × 2 × 2, 2 2 4, 4 2 8. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. മറ്റൊരു എക്സാമ്പിൾ, നമുക്ക് 10ൻ്റെ ക്യൂബ് നോക്കാം. എങ്ങനെ എഴുതുക? 10 × 10 × 10 അല്ലേ. 10നെ എന്ത് ചെയ്യുക? 3 തവണ ഗുണിച്ചാൽ 10ൻ്റെ ക്യൂബായി. 10 × 10 100, 100 × 10 1000 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 0 ഉള്ള നമ്പർ എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഗുണിക്കുക? നമ്മൾ 0 മൊത്തം ക്യാൻസൽ ചെയ്യുക. അതെന്ത് ചെയ്യുക? 1 × 1 1 ആണ്, 1 × 1 1 ആണ്. നമ്മൾ 1 എഴുതി. എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അപ്പോൾ 1000 ആയി. അപ്പോൾ 10ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് എഴുതാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ക്യൂബ് കൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പോൾ നമ്മളെ 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ നമുക്ക് ക്യൂബ് എന്താ മനസ്സിലായി അല്ലേ. ഇനി എന്താണ് ക്യൂബ് റൂട്ട്? എന്തായിരിക്കും ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ? 8ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? അപ്പോൾ നോക്കുക, ക്യൂബ് റൂട്ട് എന്ന് എഴുതുക ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ റൂട്ട് എന്ന് പറയുമ്പോൾ, സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനം മാത്രം, ആ ഒരു സിമ്പൽ മാത്രം നമ്മൾ വരയ്ക്കും. ക്യൂബ് റൂട്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം? പുറത്ത് നമ്മൾ ചെറുതായിട്ട് 3 കൂടി എഴുതണം. അപ്പോൾ എന്തായി? ക്യൂബ് റൂട്ടായിട്ട് മാറി. അപ്പോൾ 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ. 2ൻ്റെ ക്യൂബ് 8 ആണെങ്കിൽ 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ് അല്ലേ. 1000ൻ്റെ ക്യൂബ് റൂട്ടോ? ക്യൂബ് റൂട്ട് ഓഫ് 1000 ശരിക്കും ഇങ്ങനെ ആയിട്ട് എഴുതേണ്ടത്. ചെറുതാക്കി നമ്മൾ 3 എഴുതാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാം ഒരേ വലുപ്പമായി പോയി. 3 ചെറുതാക്കി എഴുതാം. പുറത്തുള്ള ക്യൂബിൻ്റെ, നമ്മുടെ റൂട്ടിൻ്റെ പുറത്തുള്ള 3 ചെറുതാക്കി എഴുതണം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ൻ്റെ ക്യൂബാണ് 1000. ഇപ്പോൾ 1000ൻ്റെ ക്യൂബ് റൂട്ട് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബും ക്യൂബ് റൂട്ടും. ക്ലിയർ ആയല്ലോ? ഇത് നമ്മുടെ ബേസിക് ആയ ഒരു കാര്യമാണ് ക്യൂബും ക്യൂബ് റൂട്ടും. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ പറയാം. ഇനി ഒരു ഇക്വേഷൻ നോക്കാം. അതായത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ വരുന്ന മറ്റൊരു ഇക്വേഷനാണ് ഇവിടെ നോക്കാം. a + b ഹോൾ ക്യൂബ്. a + b ഹോൾ ക്യൂബ്. എന്താണ് a + b ഹോൾ ക്യൂബ്? നമുക്ക് നോക്കാം. a³ + b³ + 3ab × a + b. ഇതാണ് നമ്മുടെ a + b ഹോൾ ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുക? മൊത്തം സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേം a + b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a³ + b³ + 3ab × a + b ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ഒരു ഇക്വേഷൻ എഴുതുക. ഓക്കെ, a + b ഹോൾ ക്യൂബ്, a³ + b³ + 3ab × a + b. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 3ab × a + b അല്ലേ. 3ab × a + b. ഇവിടെ ബ്രാക്കറ്റിനകത്താണ് a + b ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3abയെ ആദ്യം a കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഈ 3ab എന്ത് ചെയ്യുക? b കൊണ്ട് ഗുണിക്കുക. ഞാൻ എഴുതി കാണിച്ചു തരാം. നമ്മളിവിടെ a³ അതേപോലെ എഴുതി, പ്ലസ് b³ അതേപോലെ എഴുതി, പ്ലസ്
ഇനി എന്താണുള്ളത് 3ab ഇൻറ്റു എ പ്ലസ് ബി. അതായത് ഈ 3ab ആദ്യം എന്ത് ചെയ്യുക, എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3ab ഇൻറ്റു എ എന്ത് കിട്ടും, 2a വന്നാൽ എ ഇൻറ്റു എ സ്ക്വയർ. അപ്പോൾ എന്തായിട്ട് മാറി 3a സ്ക്വയർ ബി. ക്ലിയർ ആണല്ലോ. 3ab ഇൻറ്റു എ ചെയ്താൽ നമുക്ക് 3a സ്ക്വയർ ബി കിട്ടി. പിന്നെ ഈ സൈൻ നോക്കുക, പ്ലസ് ആണ്, നമ്മൾ പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യണം, 3ab ഇൻറ്റു ബിയും ചെയ്യണം അല്ലേ. അപ്പോൾ 3ab ഇൻറ്റു ബി ചെയ്യുക. അപ്പോൾ 3ab ഇൻറ്റു ബി ചെയ്താൽ ഇവിടെ 2b വരും. 3ab ഇൻറ്റു ബി 3ab സ്ക്വയർ ആയി അല്ലേ. 3ab സ്ക്വയർ ആയി. ഇവിടെ 2a വന്നപ്പോൾ എ സ്ക്വയർ ആയി, ഇവിടെ 2b വന്നപ്പോൾ ബി സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷനെ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബിനെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇനി നോക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്ന് മാറ്റുകയാണ്. ഞാൻ ആദ്യം എ ക്യൂബ് എഴുതി, പ്ലസ് പിന്നെ 3a സ്ക്വയർ ബി എഴുതി, പ്ലസ് പിന്നെ 3ab സ്ക്വയർ എഴുതി. 3ab സ്ക്വയർ പ്ലസ് ഇനി ആര് ബാക്കിയുണ്ട്, ബി ക്യൂബും കൂടി ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ഇത് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല അല്ലേ. എൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ എ പ്ലസ് ബി ഹോൾ ക്യൂബിനെ എന്താക്കി മാറ്റി എഴുതി, എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആക്കി എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, നമ്മുടെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 1. 11ൻ്റെ ക്യൂബ് നമ്മൾ കണ്ടെത്താൻ പോവാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് 11ൻ്റെ ക്യൂബ് കണ്ടെത്താൻ പോവാം. ഓക്കെ, അപ്പോൾ 11 ക്യൂബ് നമ്മൾ എഴുതി അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, 11ൻ്റെ ക്യൂബ് കണ്ടെത്തണം. ഇവിടെ നോക്കുക കേട്ടോ, ഇവിടെ എ പ്ലസ് ബി ഹോൾ ക്യൂബ്. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആക്കി എടുക്കാം, ബി എന്ന് പറയുന്നതും 1 ആക്കി എടുക്കാം. ഓക്കെ, ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നതും 1 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ എത്രയാ, എ 1 ആണ്, എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു എന്താണ് 1 അല്ലേ. എ 1 ബി 1. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് എ ക്യൂബ് പറഞ്ഞാൽ എത്രയാ, 1 ക്യൂബ് നമ്മൾ എഴുതി അല്ലേ. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ നമ്മൾ 1 ക്യൂബ് എഴുതി. ഇനി 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി, അതായത് 3 ഇൻറ്റു എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 സ്ക്വയർ ഇൻറ്റു ബി എത്രയാണ്, ബിയും 1 ആണ്. അപ്പോൾ അതും എഴുതി നമ്മൾ, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ, 3 ഇൻറ്റു എ എത്രയാണ്, 1 ആണ്, ബി 1 ആണ്, ബി സ്ക്വയർ ആകുമ്പോൾ 1 സ്ക്വയർ. ലാസ്റ്റ് നമുക്കിതൊരു ബ്രാക്കറ്റിനകത്തൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ബി ക്യൂബ്, ബി എത്രയാണ്, 1 ആണ്, അപ്പോൾ 1 ക്യൂബ്. ഇനി എന്ത് ചെയ്യുക, അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. അപ്പോൾ 1 ക്യൂബ് നമുക്ക് 1. അതുപോലെ 3 ഇൻറ്റു 1 സ്ക്വയർ, 1 സ്ക്വയർ പറഞ്ഞാൽ എത്രയാണ്, 1 തന്നെയാണ് അല്ലേ. 3 ഇൻറ്റു 1 1, 3 ഇൻറ്റു 1 3, പിന്നെയും 1 ഇൻറ്റു അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അത് 3. ഇവിടെ നോക്കുക, 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാലും അതും 3. ഓക്കെ, പിന്നെ 1 ക്യൂബ്, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. അപ്പം നമുക്ക് 1 2 3 4 ഇതിനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടി, ഇതിനെ ചെയ്തപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടി, ഇതിനെ ചെയ്തപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി, ഇത് ചെയ്തപ്പോൾ നമുക്ക് 1 എന്നും കിട്ടി അല്ലേ. അതിൻ്റെ അർത്ഥം 11ൻ്റെ ക്യൂബ് എത്രയാണ്, 1331. ഐഡിയ കിട്ടിയോ? നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ എയുടെയും ബിയുടെയും അല്ലെങ്കിൽ 1 എന്നുള്ള നമ്പർ എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുത്തപ്പോൾ നമുക്കതിൻ്റെ ക്യൂബ് കണ്ടെത്താൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യൂബ് കണ്ടെത്താം. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാൻ വേണമെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 2, 13ൻ്റെ ക്യൂബ് കണ്ടെത്തി നോക്കാം. 13ൻ്റെ ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ഈ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങളുടെ ബൈ ഹാർട്ട് ആയിരിക്കണം. നിങ്ങളുടെ തലയിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, a+b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a³ + 3a² b + 3ab² + b³ എന്നുള്ള കാര്യം നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യമില്ല, നമ്മൾ ഇക്വേഷൻ എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് വരിക a³ ആണല്ലേ. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്. a = 1, b = എത്രയാണ്? ഇത് a, ഇത് b, b = 3. അപ്പോൾ a³ ആകുമ്പോൾ 1a³ അല്ലേ, പ്ലസ് 3a² b, 3 × a 1 ആണ്, 3a² എഴുതി ഇൻറ്റു b 3. പിന്നെ 3ab², 3 × a 1 ആണ്, b അറിയുമ്പോൾ 3a², b 3 ആണ്, അപ്പോൾ 3a² പ്ലസ് b³ ആകുമ്പം b 3 ആണ്, അപ്പോൾ 3³ അപ്പോൾ നമ്മൾ അത്രയും എഴുതി. ഇനി എന്ത് ചെയ്യുക? 1³ എത്ര കിട്ടുമോ നോക്കുക. 1 കിട്ടി. പിന്നെ ഇത് ചെയ്യുക 3 × 1² 3 തന്നെയാണ്, 3 × 3 9 കിട്ടി. പിന്നെ 3 × 1 3, 3 × 3² പറയുമ്പോൾ 9, 9 × 3 27 കിട്ടി അല്ലേ. 3 9, 9 × 3 27, 3 9, അത് അവസാനം 3³ എത്രയാണ്? 3 9, 9 × 3 27 ആണ്. ഇത് നമ്മൾ ഇത് കിട്ടി, ഇത് നമുക്ക് ഇത് കിട്ടി, ഇത് നമുക്ക് ഇത് കിട്ടി. അപ്പോൾ 1 9 27 27 ഉള്ള നമ്പേഴ്സ് കിട്ടി. നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ പോലെ 1 3 3 1 കിട്ടിയ പോലെ നമുക്ക് എന്ത് കിട്ടി? 1 9 27 27 കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കണം, 13ൻ്റെ ക്യൂബ് പറയുമ്പോൾ 1 2 3 4 5 6 6 ഡിജിറ്റൽ നമ്പർ ഒരിക്കലും വരില്ല അല്ലേ. എത്ര ഡിജിറ്റേ വരുള്ളൂ? 4 ഡിജിറ്റേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മെത്തേഡ് കൂടി നമ്മൾ ഉപയോഗിക്കാനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മളൊന്ന് കംപ്രസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന നമ്പർ എഴുതുക. 27 എഴുതി അല്ലേ. ഏറ്റവും ലാസ്റ്റുള്ള നമ്പർ 27 എഴുതി. ഇവിടെ നോക്കുക, ഇവിടെ എത്ര നമ്പർ ഉള്ളത് അല്ലെങ്കിൽ എത്ര ഡിജിറ്റാണ് ഉള്ളത്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ തൊട്ടപ്പുറമുള്ള നമ്പർ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഡിജിറ്റിൻ്റെ മേലേക്ക് ഈ നമ്പർ എഴുതുക, 27. ഇത് 2 ഡിജിറ്റാണ്. 2 ഡിജിറ്റ് ആണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ നമ്പറിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക? അടുത്ത നമ്പർ കയറ്റി എഴുതുക. ഇവിടെ നോക്കുക, ഇതും 2 ഡിജിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ മേലേക്ക് അടുത്ത നമ്പർ ഇവിടെ കയറ്റി എഴുതുക. നമ്മൾ ആദ്യം 27 എഴുതി, അത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ മേലേക്ക് ഇവിടെയുള്ള നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ കയറ്റി എഴുതുക. രണ്ടാമത്തെ നമ്പറും 27 ആണ്, അതും 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫസ്റ്റ് നമ്പറിന് മേലേക്ക് ഇവിടെയുള്ള നമ്പർ കയറ്റി എഴുതി. ഇനി 9 ആണ്, ഇത് ഒറ്റ ഡിജിറ്റുള്ള നമ്പർ അല്ലേ, അത് സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ എഴുതുമ്പോൾ ഇതിൻ്റെ മേലെ എഴുതരുത്, ഇവിടേക്ക് എഴുതുക. ഓക്കെ, 9ൻ്റെ മേലേക്ക് എഴുതരുത്, മാറ്റി എഴുതുക. 2 ഡിജിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെ മേലെ എഴുതുക, 2 ഡിജിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെ മേലെ എഴുതുക. 1 ഡിജിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പറിൻ്റെ മേലെ എഴുതരുത്, പുറത്തേക്ക് എഴുതുക. ഇനി എന്ത് ചെയ്ത് മൊത്തം ആഡ് ചെയ്യുക. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 7 2 9, 9 2 11, ശിഷ്ടം 1 1 1 2. അപ്പോൾ നമ്മുടെ ആൻസർ 2197. 13ൻ്റെ ക്യൂബ് നമുക്ക് 2197 കിട്ടും. ഈ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, 17ൻ്റെ ക്യൂബ് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം a³ a എന്ന് പറയുമ്പോൾ 1 ആണ്, 1a³ പ്ലസ് 3a² b, 3 × 1a² × b 7 ആണ്, പ്ലസ് 3ab², 3 × a 1 ആണ്, b 7 ആണ്, അപ്പോൾ 7a², പ്ലസ് b³ അല്ലേ. b³ പറയുമ്പോൾ 7a³ b 7 ആണ്. ഇനി എന്ത് ചെയ്യുക? 1a³ നമുക്ക് 1 കിട്ടും അല്ലേ. 1a³ നമുക്ക് 1 കിട്ടും. പിന്നെ 3 × 1² 3 ആണ്, 3 × 7 21 കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് 21 കിട്ടും. എന്ത് ചെയ്യുക? 7² 49 ആണ്, 49 × 3 എത്ര കിട്ടും? 50 × 3 150 ആണ്. അപ്പോൾ 49 × 3 147. അപ്പോൾ നമുക്ക് 147 കിട്ടി. അവസാനം 7a³ നമുക്കറിയാം 343 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 343 ഉണ്ട്, 147 ഉണ്ട്, 21 ഉണ്ട്, 1 ഉണ്ട്. നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെ 27 27 9 1 അതുപോലത്തെ ഒരു നമ്പേഴ്സ് നമുക്ക് ഇവിടെയും കിട്ടി.
നമ്മളിങ്ങനെ ആഡ് ചെയ്യുക, നമ്മളിവിടെ ഒരു അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ, നമ്മളെങ്ങനെ ചെയ്തത് ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ലാസ്റ്റ് നമ്പർ നമ്മൾ ആദ്യം എഴുതി 343. ഓക്കെ ആണല്ലോ. എത്ര നമ്പർ ഉണ്ട്? 1 2 3 3 ഡിജിറ്റ് നമ്പറാണ്. നമ്മളിവിടെ എന്താ ചെയ്തത്? 2 ഡിജിറ്റ് നമ്പർ ആയപ്പം ആദ്യത്തെ നമ്പറിൻ്റെ മേലെ കയറ്റി എഴുതി. ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടപ്പുറത്തെ നമ്പർ ആദ്യത്തെ 2 നമ്പറിൻ്റെ മേലേക്ക് കയറ്റി എഴുതുക. അപ്പോൾ 147 ഇങ്ങനെ വരും. ഓക്കെ, ഇത് 3 അക്ക നമ്പറാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ആദ്യത്തെ 2 നമ്പറിന് മേലേക്ക് തൊട്ടപ്പുറത്തെ നമ്പർ കയറ്റി എഴുതുക. ഇതും 3 അക്ക നമ്പറാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത നമ്പർ ഇതിൻ്റെ മേലേക്ക് 2 നമ്പറിൻ്റെ മേലേക്ക് കയറ്റി എഴുതുക. 21 എന്ത് ചെയ്യുക? ഇതിൻ്റെ 2 നമ്പറിൻ്റെ മേലേക്ക് കയറ്റി എഴുതുക. അവസാനത്ത് നമ്പർ 1 ആണല്ലേ, ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മേലെ എഴുതരുത്, മാറ്റി ഇങ്ങോട്ട് എഴുതുക. എന്ത് ചെയ്യുക? തമ്മിൽ ആഡ് ചെയ്യുക. 3 7 4 11 1 4 5 5 3 8 8 1 9 1 2 3. സോറി, നമ്മൾ ഇവിടെ എഴുതിയ മാറിപ്പോയി. ഇത് 2 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ 1 ഇവിടെ അല്ല എഴുതേണ്ടത്, എവിടെ എഴുതേണ്ടത്? ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു മാറിപ്പോയി. 3 ഡിജിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 2 നമ്പറിൻ്റെ മേലേക്ക് അടുത്ത നമ്പർ എഴുതി. ഇതും 3 ഡിജിറ്റ് ആയപ്പോൾ ആദ്യത്തെ 2 നമ്പറിൻ്റെ മേലേക്ക് അടുത്ത നമ്പർ എഴുതി. ഇത് 2 ഡിജിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക? ഈ നമ്പർ എഴുതി, 1 എഴുതി. അപ്പോൾ 1 4 5 5 3 8 നമ്മുടെ ശിഷ്ടം 1 9 കിട്ടി. നമുക്ക് ഒന്നുകൂടി കൂട്ടാം. 3 നമ്മൾ എഴുതി, 7 4 11 ശിഷ്ടം 1 1 4 5 5 3 8 8 1 9, പിന്നെ 1 2 3 3 1 4. അപ്പോൾ 4913 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 17ൻ്റെ ക്യൂബ് 4913 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആൾജിബ്രൈക് സിംപ്ലിഫിക്കേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയും നമുക്ക് ഒരു നമ്പറിൻ്റെ ക്യൂബ് കണ്ടെത്താൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് നമ്മൾ കാണാണ്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. നമ്പർ ഫസ്റ്റ് തൊട്ടിട്ട് 1ൻ്റെ ക്യൂബ് എഴുതുകയാണ്. 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. 3ൻ്റെ ക്യൂബ് 27 ആണ്. 4ൻ്റെ ക്യൂബ് 64 ആണ്. 5ൻ്റെ ക്യൂബ് 125 ആണ്. 6ൻ്റെ ക്യൂബ് 216 ആണ്. 7ൻ്റെ ക്യൂബ് 343 ആണ്. 8ൻ്റെ ക്യൂബ് 512 ആണ്. 9ൻ്റെ ക്യൂബ് 729 ആണ്. 10ൻ്റെ ക്യൂബ് 1000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ ക്യൂബ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 11 തൊട്ടുള്ള എഴുതാം. 11 ക്യൂബ് 1331 ആണ്. 12 ക്യൂബ് 1728 ആണ്. 13 ക്യൂബ് 2197 ആണ്. 14 ക്യൂബ് 2744 ആണ്. 15 ക്യൂബ് 3375 ആണ്. 16 ക്യൂബ് 4096 ആണ്. 17 ക്യൂബ് 4913 ആണ്. 18 ക്യൂബ് 5832 ആണ്. 19 ക്യൂബ് 6859 ആണ്. 20 ക്യൂബ് എത്ര ആയിരിക്കും? 2ൻ്റെ ക്യൂബ് 8 ആണെങ്കിൽ 20 ക്യൂബ് എത്ര ആയിരിക്കും? 8000 ആയിരിക്കും. അപ്പോൾ നമ്മളടുത്ത 20 വരെ നമ്മൾ എഴുതിയില്ലേ. ഇനി നമുക്ക് 21 തൊട്ട് എഴുതാം. 21 ക്യൂബ് എന്ന് പറയുന്നത് 9261 ആണ്. 22 ക്യൂബ് എന്ന് പറയുന്നത് 10648 ആണ്. 23 ക്യൂബ് എന്ന് പറയുന്നത് 12167 ആണ്. 24 ക്യൂബ് എന്ന് പറയുന്നത് 13824 ആണ്. 25 ക്യൂബ് 15625 ആണ്. 26 ക്യൂബ് 17576 ആണ്. 27 ക്യൂബ് 19683 ആണ്. 28 ക്യൂബ്
21,952 29 ക്യൂബ് 24,389 30 ക്യൂബ് 3 ക്യൂബ് 27 ആണെങ്കിൽ 30 ക്യൂബ് എത്ര ആയിരിക്കും? 27,000. ഓക്കെ, അപ്പോൾ നമ്മുടെ തുടക്കക്കാരായതുകൊണ്ട് എന്ത് ചെയ്യുക? മിനിമം ഒരു 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ജസ്റ്റ് ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണം കേട്ടോ. ഇവിടെ നോക്കുക, 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 125, 6ൻ്റെ ക്യൂബ് 216, 7ൻ്റെ ക്യൂബ് 343, 8ൻ്റെ ക്യൂബ് 512, 9ൻ്റെ ക്യൂബ് 729, 10ൻ്റെ ക്യൂബ് 1000. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ്, 5ാമത്തെ മാത്സ് ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണിത്. നമ്മൾ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ബാക്കി മാത്സ് ക്ലാസ് 5ൻ്റെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.